Chapter 9 ഡീൽ ചെയ്യുന്നത് MSME ആൻഡ് ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. ഇതെന്താണെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത്. MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് contribute significantly to the development process and act as a vital link in the industrialization in terms of production, employment and exports for economic prosperity by widening entrepreneurial base and use of local raw materials and indigenous skills. എന്താണ് MSME എന്ന് പറയുന്നത്? MSME നമ്മുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ വളരെയധികം സംഭാവന നൽകുന്ന ഒരു ഏരിയയാണ്. അതായത് ലോക്കൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ്, ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ സ്കിൽസ്, ഇവയെല്ലാം ഉപയോഗിച്ച്, ഈ കഴിവുകളെല്ലാം ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രൊഡക്ഷൻസും എക്സ്പോർട്സുകളും എംപ്ലോയ്മെന്റ്സും ഒക്കെ ഉണ്ടാക്കി ഒരു വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് വഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള MSME എന്ന് പറയുന്നത്. MSME play a significant role in the economic growth and contribute approximately 29.7% of GDP and 49.66% of exports. നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ MSME വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല GDP-യുടെ ഏകദേശം 29.7%ഉം കയറ്റുമതിയുടെ 49.66%ഉം ഇത്തരത്തിൽ ഇത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. In India, the MSME consists of both traditional and modern small industries. ഇന്ത്യയിൽ MSME-യിൽ പരമ്പരാഗതമായിട്ടുള്ള ചെറുകിട വ്യവസായങ്ങളും ആധുനിക തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളും ഉണ്ട്. ഈ മേഖലയിൽ മൊത്തം 8 സബ് ഗ്രൂപ്പുകളാണുള്ളത്. അതായത് ഹാൻഡ്ലൂംസ്, MSME മേഖലയുടെ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ, കയറ്, സെറികൾച്ചർ, ഖാദി, അതേപോലെ തന്നെ മറ്റുള്ള വില്ലേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പവർ ലൂംസ്, ഇവയൊക്കെയാണ് ഇതിൽ ബാധകമായിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. പല പാരാമീറ്റേഴ്സ് ആണ് ഒരു ബിസിനസ് സൈസിന്റെ ബിസിനസ് യൂണിറ്റിന്റെ സൈസ് മെഷർ ചെയ്യുന്നത്. എത്രത്തോളം ആളുകളാണ് ഒരു ബിസിനസ്സിൽ എംപ്ലോയിഡ് ആയിട്ടുള്ളത്, എത്രത്തോളം ആളുകളാണ് അതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ടേൺ ഓവർ ആണ് ഒരു ബിസിനസ്സിനുള്ളത്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The emergence of large service sector has necessitated the government to include other enterprises covering both small scale industries sector and related service entities under the same umbrella. അതായത് ഒരു വലിയ സേവന മേഖലയുടെ ഉത്ഭവം ഇത്തരത്തിലുള്ള MSME മേഖലയെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയൊക്കെ എല്ലാത്തിനെയും കൂടെ ഒരു കുടക്കീഴിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു. ഇവിടെ ഇത് MSMED Act 2006 ഫോഴ്സിലായത്, ശരിക്കും അത് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ എഫക്റ്റ് വന്നത് ഒക്ടോബർ 2006-ലാണ്. The Micro, Small and Medium Enterprises Development Act 2006 addressed these issues relating to the definition, credit, marketing and technology upgradation. 2006 ഒക്ടോബർ മുതൽ ഈ ഒരു MSMED നിയമം പ്രാബല്യത്തിൽ വന്നു. ചെറുകിട വ്യവസായ ഇടത്തര സംരംഭകർ, അതാണ് ശരിക്കും MSMEയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അതിന്റെ നിർവചനങ്ങൾ, അതിന്റെ ക്രെഡിറ്റ് മാർക്കറ്റിംഗ്, ഇതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇത് ടെക്നോളജി അപ്ഗ്രഡേഷനും എല്ലാ കാര്യങ്ങളും ഈ ഒരു ആക്ടിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് MSMEയുടെ റോളാണ്. MSME in India enjoy a distinct position in view of their contribution to the socio-economic development of the country. നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയിൽ അതിന്റെ സംഭാവന നോക്കുമ്പോഴത്തേക്കും MSMEക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. The contribution of these industries to the balanced regional development of our country is noteworthy. Small industries in India account for 95% of industrial units in the country. അതായത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ നൽകുന്ന സംഭാവന വളരെയധികം ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ മൊത്തം ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ 95% ഇത്തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്.
MSME are the second largest employers of human resources after agriculture. They generate more number of employment opportunities per unit of capital invested and compared to large industries. They are therefore considered to be more labor intensive and less capital intensive. This is a boom for a labor surplus country like India. കൃഷി കഴിഞ്ഞാൽ മനുഷ്യ വിഭവശേഷി അതായത് ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ തൊഴിൽ ദാതാക്കളാണ് നമ്മുടെ ഈ MSME എന്ന് പറയുന്നത്. അവർ കൂടുതൽ ഇൻകംസ് ഉണ്ടാക്കുകയും മറ്റുള്ള വ്യവസായങ്ങളെ അപേക്ഷിച്ച് ഓരോ യൂണിറ്റിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കൂടുതൽ മൂലധനത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനാൽ അവ കൂടുതൽ തൊഴിൽ പ്രാധാന്യമുള്ളതും കുറഞ്ഞ ക്യാപിറ്റൽ ഇൻറ്റൻസീവും ആണ്. കുറച്ച് ക്യാപിറ്റലിൽ കൂടുതൽ തൊഴിൽ കൊടുക്കുക, അത് വളരെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതൊരു വളരെ നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. ഇങ്ങനെയുള്ള ഒരു MSME പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടെന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. MSME in our country supply different variety of products which include mass consumption goods, ready-made garments. Special mention should be made of handlooms, handicrafts, other products from traditional village industries in a view of their export value. Export value ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് MSME ഒത്തിരി തരത്തിലുള്ള ഗാർമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഹാൻഡിക്രാഫ്റ്റ്സ് ആണെങ്കിലും ഒരുപാട് പ്രോഡക്ട്സ് ട്രഡീഷണൽ വില്ലേജ് ഇൻഡസ്ട്രീന്നൊക്കെ ബേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. MSME which produce simple products using simple technologies. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ പ്രോഡക്ട്സ് യൂസിങ് സിമ്പിൾ ടെക്നോളജീസ് അതാണ് MSME കൂടുതലും ചെയ്യുന്നത്. ഡിപ്പെൻഡ് ഓൺ ലോക്കലി അവൈലബിൾ റിസോഴ്സസ്. ലോക്കലി നമുക്ക് തദ്ദേശീയപരമായിട്ട് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ മെറ്റീരിയലും ലേബറും ആ രീതിയിൽ കൺസംഷൻ ചെയ്തിട്ടാണ് MSME വർക്ക് ചെയ്യുന്നത്. MSME പ്രൊവൈഡ് ആംബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൺടർപ്രണർഷിപ്പ്. ഒരു സാധാരണ ആൾക്ക് പോലും ഒരു ഓൺടർപ്രണർ ആവാനായിട്ട് MSME എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് സാധിക്കും. MSME also enjoy the advantage of low-cost production. Locally available resources are less expensive. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അതുപോലെ ലോക്കലി ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. Due to small size of organization, quick and timely decisions can be taken. കണ്ടോ, ചെറിയ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് ടൈംലി ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും മറ്റുള്ള ആളുകളെ അധികം കൺസൾട്ട് ചെയ്യാതെ തന്നെ, ഇപ്പോൾ ലാർജ് സൈസ് ഓർഗനൈസേഷൻ ആണ് അവർ പരസ്പരം കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സോ അത് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് MSME ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ഫിനാൻസ്. One of the severe problems faced by MSME is that non-availability of adequate finance to carry out its operations. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് MSME ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇത് ചെറിയ രീതിയിൽ ചെയ്തതായതുകൊണ്ട് തന്നെ ഫിനാൻസ് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പം നോൺ അവൈലബിലിറ്റി ഓഫ് ആവശ്യത്തിനുള്ള ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലി ദീസ് കൈൻഡ് ഓഫ് ബിസിനസ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ക്യാപിറ്റൽ ബേസ്. പൊതുവെ വളരെ ചെറിയ എമൗണ്ടിലാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നത്. മെനി ഓഫ് ദ യൂണിറ്റ്സ് ഇൻ ദ സ്മോൾ സെക്ടർ lack the credit worthiness required to raise as capital from the capital markets. പലതരത്തിലുള്ള സ്മോൾ സെക്ടർ യൂണിറ്റ്സിന് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്തെടുക്കാനുള്ള ക്രെഡിറ്റ് വർത്തിനെസ്സും ഉണ്ടായിരിക്കത്തില്ല. സോ അത്തരത്തിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് MSMEക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. These units frequently suffer from lack of adequate working capital, either due to delayed payment of dues to them or locking up of their capital in unsold stocks. പല സമയത്തും ഇത്തരത്തിലുള്ള MSMEകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണമെന്നില്ല, അവർക്ക് പൈസ കൊടുക്കാനുള്ള ആളുകൾ കൃത്യമായിട്ട് കൊടുക്കണമെന്നില്ല, ഡ്യൂസ് ഒക്കെ കറക്റ്റായിട്ട് പേയ്മെന്റ് നടക്കണമെന്നില്ല, അവരുടെ പൈസയൊക്കെ അൺസോൾഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലായി പോകാം, പല പ്രശ്നങ്ങൾ വരാം. രണ്ടാമത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആണ്. Major problem, procurement of raw materials. Also, they cannot afford to take the risk of buying in bulk as they have no facilities to store the materials. മെയിൻ ആയിട്ടും ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലം അവർക്ക് ഉണ്ടാവത്തില്ല. ചെറുതല്ലേ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. സോ അതൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ടാവാം. അതേപോലെ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ക്യാരി ഓൺ ചെയ്യാനായിട്ടുണ്ടാകാം. ഫർദർ യൂണിറ്റ്സുകൾക്ക് ലോസ് ഉണ്ടാവാം. പല പ്രശ്നങ്ങളും ഇത്തരത്തിലുണ്ടാവാം. തേർഡ് വൺ ആണ് മാനേജറിയൽ സ്കിൽസ്.
ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ജനറലി പ്രൊമോട്ട് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും സിംഗിൾ പേഴ്സൺ ആയിരിക്കും. ആ ഒരു മനുഷ്യന് മാനേജറിയൽ സ്കിൽസ് ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ കാണാം, കാണാതിരിക്കാം. പല സ്മോൾ ഓൺടർപ്രണേഴ്സിനും ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് കുറവായിരിക്കും. അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും. സോ അവർക്ക് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കേണ്ടതായിട്ട് വരും. സോ അവർക്ക് അറ്റ് ദ സെയിം ടൈം അവരൊരു പ്രൊഫഷണൽ ആയിട്ടൊരു മാനേജറിനെ എടുക്കാം, അയാൾ വന്ന് നോക്കി ചെയ്തോളും, അത്തരത്തിലുള്ള ഒരാളെ എടുക്കാനുള്ള ഒരു പൊസിഷനിലും ആയിരിക്കത്തില്ല. സോ അതാണ് മാനേജറിയൽ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ്. Marketing, one of the important activities as it generating revenue. Revenue ഉണ്ടാക്കണമെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റ് ചെയ്യുക, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. In most cases, marketing is a weaker area of small organization. ചെറിയ ഓർഗനൈസേഷൻസിന് മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ ഒരു വീക്കർ ഏരിയ ആയിട്ടാണ് കാണുന്നത്. These organizations have therefore to depend excessively on middleman who at the time to exploit by paying low price and delayed payments. ഇവർ മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് മിഡിൽ മാൻസിനെയോ അല്ലെ ബ്രോക്കേഴ്സിനൊക്കെ ആയിരിക്കും. ഇവർ ഇടയ്ക്ക് വന്ന് കളിച്ചിട്ട് എന്താ പറ്റുക, ശരിക്കും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് പേയ്മെന്റ് പതുക്കെ കൊടുത്ത് പല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Direct marketing may not be feasible for small business firms as they lack necessary infrastructure. സോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാന്ന് നോക്കിയാലോ അതൊന്നും സ്മോൾ ബിസിനസ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം ഫീസിബിൾ അല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരതിന് ലാക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ക്വാളിറ്റി. മെനി MSMEs do not adhere to desired standard of quality. പല MSMEകൾക്കും കൃത്യമായിട്ടൊരു ക്വാളിറ്റിയിൽ ഒരു സാധനം കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. So many MSME do not adhere to desired standards of quality. They do not have adequate resources to invest in quality research and maintain the standards of the industry, nor do they have an expertise to upgrade technology like that. അതായത് പല എന്ത് റിസോഴ്സസ് ഒക്കെ എടുത്താലും കുറേ സമയത്ത് അവർക്ക് ആ ക്വാളിറ്റിയിൽ ഒരു സാധനം ഇറക്കാനോ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന അനുസരിച്ച് നല്ല രീതിയിൽ ടെക്നോളജീസ് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനോ ഒക്കെ സാധിക്കത്തില്ല. ഇൻ ഫാക്ട് മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ഈസ് ദർ വീക്കസ്റ്റ് പോയിന്റ് വെൻ കോമ്പീറ്റിംഗ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്. സോ ഇത്തരത്തിൽ ഇപ്പൊ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പോലെ തന്നെ ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. Next one ആണ് capacity utilization. Due to lack of marketing skills or lack of demand, many firms have to operate below full capacity, due to which their operating costs tend to increase. Operating cost കൂടുമോ എന്ന് വിചാരിച്ച് അവർക്ക് മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കത്തില്ല. ഇപ്പൊ ഗ്രാജുവലി അവരിങ്ങനെ മാനേജറിയൽ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏത് രീതിയിൽ കപ്പാസിറ്റി യൂസ് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാജുവലി ഇവർ സിക്കാവും, ബിസിനസ് അടഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ടാവാറുണ്ട്. സോ അതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. MSME എന്നുള്ള പ്രോബ്ലംസ് ഒഴിച്ചു കഴിഞ്ഞാൽ പല കോണ്ടെക്സ്റ്റിലും ഗ്ലോബലൈസേഷനിൽ ഉണ്ടാവുന്ന ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ ഒരുപാട് അവർ ഫേസ് ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള മീഡിയം ലാർജ് ഇൻഡസ്ട്രീസും മൾട്ടിനാഷണൽ കമ്പനീസും ജയൻസും ഒക്കെ വന്നിട്ട് ഇവരെ റീപ്ലേസ് ചെയ്യാറുണ്ട്. അതായത് പലതരത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ കാണത്തില്ലേ, അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്ത് റിലയൻസിന്റെയും ജിയോയുടെയും ഒക്കെ സൂപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ സൂപ്പർ മാർക്കറ്റിന് അത് അടിയാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഗ്ലോബൽ കോമ്പറ്റീഷൻ എപ്പോഴും ഒരു വലിയ ത്രെട്ടായിട്ടാണ് MSMEകൾക്കും ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും എപ്പോഴും ഫേസ് ചെയ്യാൻ വരാറ്. നെക്സ്റ്റ് ആണ് MSME ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ബേസ് ആയിട്ട് ഓൺട്രപ്രണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ചാം കൊണ്ടുണ്ടാവുന്നതോ ഒരു ബൈ ചാൻസ് ഉണ്ടാവുന്നതോ ഒന്നുമല്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പേർപ്പസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി തരത്തിലുള്ള ടെമ്പറമെന്റൽ സ്കിൽസുകളും നോളജുകളും കോമ്പിറ്റൻസിയും പലതരത്തിൽ അത് ലേൺ ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്.
സെക്കൻഡ് പോയിന്റ് ആണ് ലോഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഓൺട്രപ്രണർഷിപ്പ് എപ്പോഴും ഒരു ലോഫുൾ ബിസിനസ് ആയിരിക്കണം. അൺലോഫുൾ ആക്ഷൻസ് ഓൺട്രപ്രണർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് റിസ്കിലോട്ട് പോകും, അതൊരു ഇല്ലീഗൽ ടൈപ്പ് ഓഫ് ബിസിനസ് ആയിട്ട് മാറും. അപ്പം മെയിനായിട്ടും ഓൺട്രപ്രണർഷിപ്പിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ലോഫുൾ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് പറയുന്നതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും റവന്യൂ എൻഹാൻസ് ചെയ്യുന്ന, കോസ്റ്റിനെ സേവ് ചെയ്യുന്നതായിരിക്കണം. ഓൺട്രപ്രണർഷിപ്പ് ക്രിയേറ്റീവ് ആയിരിക്കണം, അതിനകത്ത് പുതിയ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യണം. ഓൺട്രപ്രണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. Production implying creation of form, place, time, personal utility, require combined utilization of diverse factors of production, land, labor, capital and technology. Organization of production വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുമ്പോഴേ ഓൺട്രപ്രണർഷിപ്പ് ആകത്തുള്ളൂ. അതായത് ഒരു ഓൺട്രപ്രണറിന് നെഗോഷിയേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അത് എപ്പോഴും ഒരു എന്റർപ്രൈസിന് നല്ല ഒരു അതിൻ്റെ ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരിക്കണം. സോ പ്ലേസ്, ടൈം, യൂട്ടിലിറ്റി, പേഴ്സണൽ യൂട്ടിലിറ്റീസ് എല്ലാം കൂടെ ടുഗദർ ഒരുമിച്ച് ചേർത്തായിരിക്കണം പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിസ്ക് ടേക്കിംഗ്. റിസ്ക് ടേക്കിംഗ് ജനറലി ബിലീവ് ദാറ്റ് ഓൺട്രപ്രണേഴ്സ് ടേക്ക് ഹൈ റിസ്ക്. റിസ്ക് ടേക്കിങ്ങിനകത്ത് മെയിനായിട്ട് ഉള്ളത് ഓൺട്രപ്രണേഴ്സ് എപ്പോഴും ഹൈ റിസ്ക് എടുക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എന്തുവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ളത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഒരു മ്യൂസിക്, നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക്കിന്, ടെക്നോളജികൾക്ക്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസിന്റെ കാര്യങ്ങളിൽ, നിങ്ങളുടെ ഫേവറേറ്റ് കാർ, നിങ്ങളുടെ ലോഗോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ്, മിക്കതിനും ഇത്തരത്തിലെ ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ കാണുന്ന എല്ലാത്തിനും, ഇപ്പോൾ ഒരു ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ അതൊരു സ്കിൽ ആയിക്കോട്ടെ, ഇൻവെൻഷൻസ് ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, പെയിന്റിങ്സ് ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, സിമ്പിൾസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാ ഇൻവെൻഷൻസിനും ഒരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയ ഒരു ആക്ച്വൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പം അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ അതോറിറ്റി എടുക്കുന്നു എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും. That is what is called intellectual property right. ഇത്തരത്തിലുള്ള ലീഗൽ റൈറ്റ്സിനെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPR എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ദി human mind like inventions, literary and artistic works, symbols, names, images and designs used in a business. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്തിലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള എന്ത് ക്രിയേഷൻസിനും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എടുക്കാൻ പറ്റും. അത് മെയിനായിട്ട് രണ്ട് കാറ്റഗറീസ്, ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി, അതിനകത്ത് പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഇതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് കോപ്പി റൈറ്റ്സ്, അതിനകത്ത് ലിറ്റററി, ആർട്ടിസ്റ്റിക് വർക്ക്സ്, നോവൽസ്, പോയംസ് ഒക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. Most noticeable difference between intellectual property right and other forms of property is that intellectual property is intangible. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻടാഞ്ചിബിൾ ആണ്, മറ്റുള്ളത് ടാഞ്ചിബിൾ ആയിരിക്കും. സ്കോപ്പ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് വിത്ത് ദ ഇൻക്ലൂഷൻ ഓഫ് ന്യൂവർ ഫോംസ്. ഇതിന്റെ പല ഡെവലപ്മെന്റ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള IPRs റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കോപ്പി റൈറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോപ്പി റൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, പേറ്റന്റ്, ഇതൊക്കെ ഇതിന്റെ പലതരത്തിലുള്ള ഫോർമാറ്റുകളാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ IPR ഓൺട്രപ്രണേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ബിക്കോസ് പുതിയ പാത്ത് എടുക്കാൻ, പുതിയ ബ്രേക്കിംഗ് ഇൻവെൻഷൻസ്, ഇതിലൊക്കെ ഇപ്പൊ ക്യാൻസർ ക്യൂർ മെഡിസിൻസ് ഒക്കെ ഉണ്ടാകത്തില്ലേ, ഇതിനൊക്കെ IPR കൊടുക്കും. ദ ഇൻസെന്റീവ്സ് ഇൻവെസ്റ്റേഴ്സ്
ഓതേഴ്സ്, ക്രിയേറ്റേഴ്സ് ഫോർ ദെയർ വർക്ക്. അവർക്ക് കിട്ടുന്ന ഒരു ഇൻസെന്റീവ്സ് പോലെയാണ്. Like it allows the work created by person to be distributed and communicated to the public only with her permission. അതായത് ആ ഒരു അതോറിറ്റി കിട്ടിയ മനുഷ്യന്റെ ഒരു ഗ്രാൻഡ് അല്ലെങ്കിൽ അയാളുടെ ഒരു അറിവോട് കൂടി മാത്രമേ നമുക്കത് പബ്ലിക്കിൽ അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അതിന് റീപ്ലേസ് ചെയ്യാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. Therefore, അവർക്ക് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല മറ്റുള്ളവർക്ക്. അപ്പൊ അത് ഈ ഓതേഴ്സിനും ക്രിയേറ്റേഴ്സിനും ഡെവലപ്പേഴ്സിനും ഒക്കെ ഒരു റെക്കഗ്നേഷൻ കിട്ടാനായിട്ട് സഹായിക്കുന്നു. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് IPR എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന് കോപ്പി റൈറ്റ് ആണ്. കോപ്പി റൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. കോപ്പി റൈറ്റ് ഇസ് ദ റൈറ്റ് ടു നോട്ട് കോപ്പി. ഇത് ഒറിജിനൽ ഐഡിയ ഉള്ള ആളുടെ അയാൾക്കായിരിക്കും അതിന്റെ ഒറിജിനൽ. ഇപ്പോൾ ഓതേഴ്സ് ഒക്കെ ആണെങ്കിൽ അയാൾക്കായിരിക്കും ഇതിന്റെ ഒറിജിനൽ റൈറ്റ്. നമുക്ക് ഒരു തരത്തിലും അതിന്റെ കോപ്പി റൈറ്റ് എടുക്കാൻ. ഇപ്പൊ നമുക്കൊരു മ്യൂസിക് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന പാട്ടിട്ടാൽ കോപ്പി റൈറ്റ് ആവും എന്ന് പറയും. സോ അത് പാട്ടിന്റെ ഓണർ IPR എടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് എ റൈറ്റ് കൺഫേർഡ് അപ്പോൺ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ലിറ്റററി, ആർട്ടിസ്റ്റിക്, മ്യൂസിക്കൽ, സൗണ്ട്, റെക്കോർഡിംഗ് ആൻഡ് സിനിമാറ്റോഗ്രാഫിക് ഫിലിം. യുണീക് ഫീച്ചർ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. ആ വർക്ക് ഓട്ടോമാറ്റിക്കലി എക്സിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ദ രജിസ്ട്രേഷൻ ഓഫ് ദി കണ്ടന്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ബട്ട് ഇറ്റ്സ് എസെൻഷ്യൽ ടു എക്സസൈസ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ഇൻഫ്രിഞ്ച്മെന്റ്. രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല, പക്ഷെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലംഘനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവർക്ക് റൈറ്റ് എടുക്കണമെങ്കിൽ കോപ്പിറൈറ്റ് ആവശ്യമാണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു വേർഡ്, പേര്, സിമ്പല്, അതിന്റെ കോമ്പിനേഷൻസ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഇൻഡിവിജ്വൽസോ കമ്പനി ഓർഗനൈസേഷനോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ സിംഗിൾ ബ്രാൻഡുകൾക്ക് ലോഗോ, ഇതിനൊക്കെ ട്രേഡ് മാർക്ക് നമ്മളെ അറിയിക്കുകയാണ്. അത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, അതിന്റെ ഗുഡ് വിൽ, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഈ ട്രേഡ് മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് ചിലത് കാണുമ്പോൾ ചില ബ്രാൻഡഡ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ അതിന്റെ ലോഗോ കാണുമ്പോഴൊക്കെ അല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ലോഗോയ്ക്ക് ആ കമ്പനി ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. ട്രേഡ് മാർക്ക് എപ്പോഴും ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സും വ്യത്യാസപ്പെട്ട് നമ്മളെ കാണിച്ചു തരുന്നതാണ്. കൺവെൻഷണൽ ട്രേഡ് മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്സ്, കളർ കോമ്പിനേഷൻസ്, ലേബൽ, ലോഗോ, ഇതൊക്കെയാണ്. നോൺ കൺവെൻഷണൽ ട്രേഡ് മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാറ്റഗറിയിൽ പ്രീവിയസ് ആയിട്ടുള്ളതല്ലാതെ പുതിയ ടൈമിൽ ബൈ ദ ടൈം വന്നിട്ടുള്ള ട്രേഡ് മാർക്സുകളാണ് നോൺ കൺവെൻഷണൽ ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. അതായത് മുൻപ് ഈ ഒരു കാറ്റഗറിയിൽ വന്നില്ല എന്നുണ്ടെങ്കിലും കാലക്രമേണ അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയ മാർക്കുകളാണ് നോൺ കൺവെൻഷണൽ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് registration of trademark is not mandatory under the Trademark Act 1999, but registration of trademark helps establish exclusive rights over the mark. 1999 ട്രേഡ്മാർക്ക് ആക്ട് പ്രകാരം ട്രേഡ്മാർക്ക് രജിസ്ട്രേഷൻ നമുക്ക് നിർബന്ധമല്ല, പക്ഷെ ട്രേഡ്മാർക്ക് രജിസ്ട്രേഷൻ മേല് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവകാശങ്ങൾ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. Geographical indication is primarily an indication which identify agricultural, natural or manufactured products originating from different geographical areas which is where a given quality, reputation or other characteristics are essentially attributable to its geographical origin. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പ്രാധാന്യങ്ങൾ ഉണ്ടാകുന്ന പ്രോഡക്ട്സുകൾ, അവിടെയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊടുക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി, അതിന്റെ റെപ്യൂട്ടേഷൻ ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ കാഞ്ചീപുരം സാരീസ് അതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഏരിയയിൽ ഉണ്ടാക്കുന്ന സാരീസ് ആണ്. അപ്പം ബനാറസി സാരി, കാശ്മീർ പശ്മിന എന്നൊക്കെ പറയുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്. ആറന്മുള കണ്ണാടി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞുതരാം. അപ്പൊ ഇത്തരത്തിലൊരു സ്ഥലത്തിന്റെ പ്രാധാന്യം കൊണ്ടുണ്ടാകുന്ന ഇന്റലക്ച്വൽ ഹെറിറ്റേജ് അതുമായിട്ട് നീഡ് ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട, അത് പ്രൊമോട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊടുക്കുന്നത്. ഇത് ആ ഒരു സ്ഥലത്തെ ജിയോഗ്രഫിക്കൽ റീജിയനിലെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻസ്
കൊടുക്കുന്ന അതിനെ റിസൾട്ട് ചെയ്യുന്ന പല വർഷങ്ങളായിട്ട് അവരുണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു 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 ഗുഡ് വിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് GI അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ചില കേസസിൽ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രണ്ടായിട്ട് വരാറുണ്ട്. പക്ഷെ പ്രോഡക്റ്റ് ബേസിക്കലി അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ വാല്യൂ ഒക്കെ ആ ഒരു സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ് വൺ പേറ്റന്റ് ആണ്. പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻവെൻഷൻസിനും ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് കാണിക്കുന്ന പ്രോഡക്ട്സിനും പ്രോസസ്സിനും ഒക്കെ കൊടുക്കുന്നതാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് തരുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. ലൈക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു എക്സ്ക്ലൂഡ് ഓൾ അതേഴ്സ് ആൻഡ് പ്രിവെന്റ് ദം മേക്കിംഗ് യൂസിങ് ഓഫറിംഗ്സ് ഫോർ സെയിൽ, സെല്ലിംഗ് ഓർ ഇമ്പോർട്ടിംഗ് ദ ഇൻവെൻഷൻ. ആ ഒരു പർട്ടിക്കുലർ ഇൻവെൻഷൻ ഒരു കാരണവശാലും ഉണ്ടാക്കാനോ യൂസ് ചെയ്യാനോ സെയിൽസിന് കൊടുക്കാനോ അത് സെല് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ആണ്. അതിനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് പേറ്റന്റ് എന്ന് പറയുന്നത് ഇന്നോവേഷൻസ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ് റൈറ്റ്സ്, പ്രോസസ് ഓഫ് സീക്കിംഗ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഓഫ് പേറ്റന്റ് ഫോർ എ ഫീ ഈസ് കോൾഡ് ലൈസൻസിങ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഫീ ബേസ് ചെയ്തിട്ടാണ് അവർ പേറ്റന്റ് റൈറ്റ്സ് കൊടുക്കുന്നത്. പേറ്റന്റ് എന്ന് പറയുന്നത് ടെമ്പററി മൊണോപ്പൊളി പോലെയാണ്, വളരെ ആക്ട് ആണ്. നെക്സ്റ്റ് വൺ ഡിസൈൻ ആണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഷേപ്പ്, പാറ്റേൺ, ലൈൻസിന്റെ അറേഞ്ച്മെന്റ്സ്, കളർ കോമ്പിനേഷന്റെ അറേഞ്ച്മെന്റ്സ്, ആർട്ടുകളിലൊക്കെ വരുന്നതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. എസ്തെറ്റിക് അപ്പിയറൻസ് അല്ലെങ്കിൽ ഐ കാച്ചിങ് ഫീച്ചേഴ്സ്, അങ്ങനെയൊക്കെ ഇതിനനുസരിച്ചുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. The term of protection of a design is valid for 10 years, which be renewed for further 5 years after expiration of this term. പൊതുവെ ഇത് കൊടുക്കുന്നത് 10 വർഷത്തേക്കാണ്. പിന്നീട് 5 വർഷത്തേക്ക് അത് റിന്യൂ ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് പ്ലാന്റ് വെറൈറ്റി. പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്നത് എസെൻഷ്യലി ഗ്രൂപ്പിംഗ് പ്ലാന്റ്സ് ഇൻ ടു കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദെയർ ബൊട്ടാണിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബൊട്ടാണിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് പ്ലാന്റുകളെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വെറൈറ്റി വിച്ച് ഈസ് ബ്രെഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ഫാമേഴ്സ്. ഇത് മെയിനായിട്ട് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ജനറ്റിക് റിസോഴ്സസിനെ വെച്ചിട്ട് അവയെ കൺസേർവ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, അവ അവൈലബിൾ ആക്കുക എന്നുള്ള തരത്തിൽ. ഹൈബ്രിഡ് വേർഷൻ ഓഫ് പൊട്ടറ്റോസ് എന്നൊക്കെ പറയുന്നത് പ്ലാന്റ് വെറൈറ്റിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ജസ്റ്റ് ഒരു സമ്മറി പോലെ സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേഔട്ട് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ സെമി കണ്ടക്ടർ എന്താണ്? ഒരു കമ്പ്യൂട്ടർ ചിപ്പിന്റെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. Like any product that contains transistors and other circuitry elements used and formed on semiconductor material as an insulating material on inside the semiconductor material. It's a design to perform electronic circuitry function. അതായത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതും അത് രൂപപ്പെടുത്തുന്നതുമായ ട്രാൻസിസ്റ്ററും അടങ്ങിയ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയലിനുള്ളിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചിപ്പിന്റെ ഒരു ബേസിക് ഇതെന്ന് പറയുന്നത്. എനി ബിസിനസ് ആസ് കണ്ടിന്യൂസ്ലി ഇന്നോവേറ്റ്. അപ്പൊ അത് ഒരു ബേസിക് ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തമാണ്. ഇപ്പൊ എല്ലാ ബിസിനസ്സും കണ്ടിന്യൂസ്ലി ഇന്നോവേറ്റീവ് ആയിട്ടും പുതിയ മോഡേൺ വേയിലും ചിന്തിച്ചുകൊണ്ടിരുന്നാലേ മാത്രമേ നടക്കത്തുള്ളൂ. ഏതൊരു ബിസിനസ്സും നിരന്തരം നവീകരിക്കുകയും അതിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലാത്ത പക്ഷം അത് സ്തംഭിച്ച് അതങ്ങ് തളർന്നു പോകും. അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാവാതായി പോകും. സോ സ്റ്റാർട്ടപ്പ് ഈസ് ആൻ ഓൺട്രപ്രണൽ വെഞ്ചർ that capitalize on developing, improving, innovating new products, process and services for the target audience. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് തരികയാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ തരത്തിലുള്ള പ്രോസസ്സുകൾ, പുതിയ സർവീസുകൾ അവ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ലക്ഷ്യമിട്ടിട്ടുണ്ടാക്കുന്നതാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ക്യാൻ ബി ക്രിട്ടിക്കൽ ഇൻ എയ്ഡിങ് ന്യൂ വെഞ്ചേഴ്സ്, monetize their ideas and establish competitiveness in the market by extending the protective umbrella offered by IPR. IPR ശരിക്കും വാഗ്ദാനം ചെയ്യുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു അംബ്രല്ല പോലെയാണ്. പുതിയ സംരംഭങ്ങൾക്ക്, അവരുടെ ആശയങ്ങൾക്ക് കൃത്യമായിട്ട് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നതിനൊക്കെ മൊത്തത്തിലുള്ള അവകാശങ്ങൾ നൽകുന്നതിനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊണ്ടുവരുന്നത്. ബേസിക്കലി ഈ അവസാനത്തെ പാർട്ട് ഉദ്ദേശിക്കുന്ന ഒരു സമ്മറി പോലെയാണ്. സെമി കണ്ടക്ടറിനുള്ളിൽ ഒരു ചിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊക്കെ ഓരോ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. എന്ന് പറഞ്ഞതുപോലെ
ഇതിന് ലേഔട്ടും ഡിസൈൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IPR എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല പോലെ ആക്ട് ചെയ്യുന്ന പുതിയ ഇന്നോവേഷൻസിനെയൊക്കെ വെൽക്കം ചെയ്യുന്ന ഒരു ടെർമിനോളജിയും ആണ്.